ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ വെച്ചിട്ടുള്ളൊരു കറി ഐറ്റമാണ്. ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി. എന്നാൽ നേരെ നമുക്ക് പാചകപ്പുരയിലേക്ക്. പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സ്ക്വയർ പീസസ് ആയിട്ട്. പപ്പായ വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഈ പപ്പായ വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിനാവശ്യമായ അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അരപ്പിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി തേങ്ങ, ചെറിയുള്ളി 5 പീസ്, ജീരകം, മഞ്ഞൾ പൊടി, 5 വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇത്രയും സാധനം നമുക്ക് നന്നായിട്ട് അരച്ച് എടുക്കണം. പപ്പായ ഏകദേശം 15 മിനിറ്റായി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂപ്പെത്തിയ പപ്പായ വേണം എടുക്കാൻ, എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പഴുത്തതായിരിക്കരുത്, എന്നാൽ ഒട്ടും പച്ചയായിരിക്കരുത്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരപ്പ് റെഡിയാക്കി എടുത്തു. അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറി 3/4 ഭാഗം റെഡിയായിട്ടിരിക്കുകയാണ്. ഈ കടുക് കൂടെ പൊട്ടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ റെഡിയാവും. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് പാൻ ചൂടാക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഒരു 1.5 സ്പൂൺ കടുകിടുക. വെളുത്തുള്ളി, കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇടുക. ചെറിയുള്ളി, ചെറിയുള്ളി നല്ല ബ്രൗണായി വരുമ്പോഴത്തേനും വറ്റൽമുളക് 5-6 പീസ് കറിവേപ്പിലയോടെ ചേർത്ത് ഇളക്കി. മുളക് പൊടിയൂടെ ചേർത്ത് മുളക് പൊടിയുടെ ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുകും ചെറിയുള്ളിയൂടെ ചേർത്ത പാടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയാകുന്നു. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് ഒരാളെ ക്ഷണിക്കാം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഫ്രം ടിജോ ഗുഡ്വിൽ പാചകം.